പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഇൻട്രോ കൊടുക്കണത്. ഇന്ന് മുന്നന്റെ പിറന്നാളാണ്. അപ്പൊ ഞങ്ങള് എനിക്ക് കുറച്ച് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഇറങ്ങിയത്. ഇനി സംഭവം ഓക്കെയാണ്, പക്ഷെ ക്യാമറന്റെയും കാര്യങ്ങളൊക്കെ ചെറുങ്ങനെ പാളിക്കണ്. പിന്നെ വിഷ്വലധികം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. ഒന്നാമത് പിന്നെ ഫോണിന്റെ ഇത്, പക്ഷെ കൊറേ ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കൊടുക്കാൻ ഇൻട്രോ കൊടുക്കാൻ വയ്ക്കണില്ല. ബാക്കിൽ ഒരാളാണെങ്കിൽ എന്റെ വീട് ഡിലീറ്റ് ചെയ്യാറിരിക്കുകയാണ്. പക്ഷെ കൊറേ ചിരിക്കാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പറ്റിയത്ര ഞാൻ വീഡിയോ എടുത്തിട്ട് അറിയില്ല. കാരണം ഫസ്റ്റ് ടൈം ആയിട്ട് എടുക്കുകയാണ്, അതിൻ്റെതായ കൊറേ ഇതുണ്ടാവും. അപ്പൊ അക്കൊന്ന് സഹിക്കുക. നെക്സ്റ്റ് ടൈം നമ്മൾ കുറച്ചും കൂടി സെറ്റായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോ അത്രേ ഉള്ളൂ, നമുക്ക് വീഡിയോക്ക് പോവാ. സ്റ്റോറി ഇട്ടിന് ചെലവില്ലേ പറഞ്ഞ എപ്പോ? സത്യത്തിലാ? എന്താ വാങ്ങി തരിക കാര്യത്തിലും? എന്നാ പോയിക്കോ. ഇപ്പൊ മുന്നേന്റെ പെരീക്ക് നിൽക്കണം നമ്മള്. രാത്രി ആയതുകൊണ്ട് എന്റെ ഫോണിലധികം ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഓൻ പള്ളിക്ക് പോയിക്കാണ്. അപ്പൊ ആ ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ഓന്റെ പെരിയിൽ വന്നിട്ട് ഓന്റെ ഉമ്മാക്ക് ഇങ്ങനെ പറയാൻ പോണേ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെയൊക്കെ, ഇന്ന് മുന്നേന്റെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ്. അപ്പോൾ നമ്മൾ ഓനക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് വന്നിരിക്കണം. ഓൻ പള്ളിക്ക് പോയിക്കണേ. ഓൻ്റെ പല ചെക്കന്മാരത്തൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ. ഫസ്റ്റ് ടൈം ആയി കണ്ടോ ഇത്ര ഒരു ഇതായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ബോക്സ് ഉണ്ട്, ഇവിടെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഓൻ ബാക്കിൽ ഇത് വെച്ച് വന്നിരിക്കണം. ഇതിൻ്റെ ആംഗിൾ കറക്റ്റാക്കി വെച്ചിരിക്കണം ഫോണിൻ്റെ. കാരണം ഈ ഫോണിൽ അധികം ക്ലാരിറ്റിയും കാര്യങ്ങളും അധികം കിട്ടുന്നില്ല. പിന്നെ ഈ ടൈം ആയതുകൊണ്ടും അധികം സെറ്റ് ആവണം ആയിക്കോട്ടെ ഓണ്ട് ഇവിടെ. അപ്പോൾ അവൻ്റെ പെരിക്ക് നമ്മൾ പോവുകയാണ്. എന്നിട്ട് അവനമ്മാൻ്റെ ഇങ്ങനെ കാര്യം പറഞ്ഞു. പള്ളിക്ക് പോയിക്കാണ് ഈ ടൈമിൽ. അപ്പോൾ അവനമ്മാൻ്റെ വന്നിട്ട് ഇങ്ങനെ ഒന്നും അറിയാത്ത മാതിരി നിൽക്കണം. ഞങ്ങൾ പെട്ടെന്ന് വന്നിട്ട് എനിക്കൊരു സർപ്രൈസ് കൊടുക്കുക. അങ്ങനെയാണ്, വലിയ പ്ലാനൊന്നും എനിക്ക് കയ്യിലില്ല. അപ്പോൾ പോയോക്കാം നമുക്ക്. റൂം എന്തെങ്കിലും സെറ്റാണെങ്കിൽ റൂമിൽ ചെയ്യാൻ എൻ്റെ പ്ലാൻ കേട്ടോ. നമുക്ക് പോയോക്കാം. താത്താ എങ്ങനെ കയറിക്കോ? വന്നു പിന്നെ ഇനിയിപ്പോ അത്ര സർപ്രൈസ് പൊളിയാനൊന്നുമില്ല. സംഭവം ഇവര് മേടിച്ചിട്ട് കേക്ക്. ഇനിയിപ്പോ എനിക്ക് അത്ര ഒരു ഇത് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. എന്നാലും നമുക്ക് ഇത് പൊളിയാൻ ഒന്നുമില്ല. നമുക്ക് നോക്കാം മാക്സിമം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചെയ്തിട്ട് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷെ ഇവര് കേക്ക് വാങ്ങിക്കണം, ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് എന്താ അറിയില്ലേ, കണ്ടപ്പോ എന്താ സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവ ഇങ്ങനെ കാണിച്ചു അങ്ങോട്ട് നോക്കുന്നത് കണ്ടപ്പോ ഉമ്മ പറഞ്ഞു ഇത് കട്ട് ചെയ്യുന്ന ഇവിടെ പരിപാടിക്ക് കഴിഞ്ഞിരിക്കണേ. ബർത്ത്ഡേ സർപ്രൈസ് കാര്യം, ബർത്ത്ഡേ സെലിബ്രേഷന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ. ഇതിപ്പോ ഇത് പിടിച്ചാ കറക്റ്റാണോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ നെയ്റ്റ് വരുന്നതുകൊണ്ട് ഇനിയിപ്പോ ബ്ലോഗ് ഞാൻ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിരിക്കണേ. ഇതാകെ ഫ്ലോപ്പാന്നറിയില്ല. നമുക്ക് ചെയ്ത് നോക്കാം. എന്നാലും അങ്ങനെ അടുത്തല്ലേ ഓന്റെ പേരിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കണേ. ഓന്റെ താത്ത സ്കൂൾ ഇട്ട് വന്നപ്പോ തന്നെ ഓല് സെലിബ്രേഷൻ കഴിച്ചു എന്ന് അറിയണ്ടേ. പക്ഷെ നമ്മള് പോയപ്പോ പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ലാന്ന്. അപ്പോൾ ഇങ്ങനെ പള്ളിക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സംഭവം പള്ളിക്ക് പോയതും ഞങ്ങൾ അവൻ്റെ പെരിക്ക് പോയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ അവനക്ക് അറിയാം. ഞങ്ങളിങ്ങനെ പെട്ടെന്ന് വരും, സർപ്രൈസ് ആണ് ഞങ്ങൾ സെറ്റാക്കാൻ പോയത്. പെട്ടെന്ന് കേക്ക് കണ്ടപ്പോലേ ഇവരാണ് കാണിച്ചത്. അത് കണ്ടപ്പോ അല്ലോ ആകെ പോയിന്റെ കയ്യിൽ നിന്ന്. കാരണം ഓനിക്കൊരു ഒന്നൊന്നര ഒരു സംഭവം കൊടുക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാക്കാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഓനിക്ക് കിട്ടുമെന്ന് അറിയില്ല അല്ലേ. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇന്ന് ഫസ്റ്റ് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വരാം. സാധനം കേക്ക് ഇവിടെ ഉണ്ട്. കാണിച്ചു കൊടുത്ത കേക്ക് ഇതാണ് കേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു. അപ്പോൾ മുന്നാസിന്റെ ബഡ്ഡിയാണ് റിഷാലും കൂടി. അപ്പോൾ ഓനെടുക്കാൻ നമ്മൾ അനസിനെയും കൂട്ടിയിട്ട് അവൻ്റെ പെരിക്ക് പോയിട്ട് റിഷാലിനെ നമ്മൾ എടുക്കും. എന്നിട്ട് അവിടുന്ന് അങ്ങനെ ഞങ്ങൾ പെരി പോകും. അതാണ് ഇപ്പോൾ പ്ലാന്. ഇത്ര നേരമായിട്ടില്ലേ. ഓനക്ക് അറിയില്ല തോന്നുന്നുണ്ട് കേട്ടോ. മാറ്റിയോ? മാറ്റാണ്. ഇവന്മാരെ മൂന്നാളെയും കൂട്ടിട്ട് ഇവന്മാരെ രണ്ടാളെ എടുത്തിട്ട് ഇത് പിടിച്ചാ റിഷാലും നാനും ബോക്സ് ഇപ്പുറത്ത് നിൽക്കും. അനസ് മുന്നാസിന്റെ പെരിയിൽ പോയിട്ട് ഓനെ കൂട്ടിയിട്ട് എൻ്റെ പെരിക്ക് പോകണം. എന്നിട്ട് ഞാൻ ഒരു ഫോൺ വിളിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഞാൻ ഒരു മിസ് ഇടും, അപ്പോഴാണ് വരേണ്ടത്. ഓക്കെ അല്ലേ? വണ്ടി ഇൻട്രോവേർട്ടും ഇതൊക്കെയാണ് നമ്മളപ്പോൾ ഉള്ളത്. അങ്ങോട്ടല്ല ഇങ്ങോട്ട്
ഇതാണ് ബർത്ത്ഡേ കേക്ക് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ മുന്നാസ് പറഞ്ഞിട്ട് വാങ്ങിക്കണേ. ബാക്കി ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ആയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ടൈം തീരില്ല. ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ഞങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. സത്യം ഓനെടുക്കണ ഓനെടുക്ക് കിട്ടുണ്ടോ? അവനും കിട്ടുന്നുണ്ട്. കിട്ടോ അങ്ങനെ കൊണ്ട ഫോൺ കൊണ്ട കേക്ക് മാറ്റി ഫോക്സേ ജിങ്ങോട്ട് പിടിച്ച് ഞാൻ അവനൊക്കെ ചോദിക്കാം എന്തേലും എന്താ എക്സ്പ്രഷനാ പറഞ്ഞ ഇല്ല പറയാം കേട്ടോ. കേറി വന്നപ്പോ ഇതായോ ഇപ്പൊ ഇങ്ങനെ പറയാ ഒരു ഷോക്കായോ? ഷോക്കായി, നല്ല ഷോക്കായി. ഇല്ല സത്യത്തിലും കാര്യം വേറെന്താക്കി ഫീൽ ആയത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ വന്നപ്പോ? നല്ലൊന്ന് ഷോക്കായി. വിശാലിന്റെ മന്തി പോകാന്നൊക്കെ പറയുന്നു. ഞങ്ങളെ ട്രീറ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോ ഓലെ ഇനി ചോദിച്ചാലത് ഇവന്മാരെ തട്ടു. ഇവന്മാരാണ് ഓലെ പെരീന്ന് കൂട്ടിട്ട് വന്നത്. ഭയങ്കര കഷ്ടപ്പെട്ടു. എന്താ ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് വിളിച്ചോനെ കാണാതെ കൊണ്ടുവരണ്ടേ? ഫസ്റ്റ് പെരീക്ക് എന്നിട്ട് എങ്ങനെ വിളിച്ചേ? മന്തിനാ കൊണ്ടുവന്നിട്ട് വന്നു. അപ്പോഴത്തെ വന്നു. അങ്ങനെ മേലെ പോയപ്പോ പൈസ കാണില്ലായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് എത്തി. എന്താ പറയല്ലേ? കുറച്ച് കഷ്ടപ്പെട്ടങ്ങള് അല്ലാ ഇച്ച് പറയല്ലേ ഇവനെ കേട്ടോ. ഇത് മുയിക്കും കൊള്ളാക്കൊതിച്ച് തോന്നിയിട്ട് സംഭവം ഞങ്ങള് കുറച്ച് ഇപ്പുറത്തേക്ക് എത്തുമ്പോ സെമീറാക്ക ഞങ്ങള് ഒരു ഗണ്ണെടുത്ത് അറിയിക്കും. കുറച്ചുകൂടി മേലേക്ക് പോയാ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട്. ഒരടിക്കാൻ വരുന്നുണ്ട്. എന്താ ചെയ്യാ? ഞങ്ങൾ ഒരു അടിപ്പുറത്തേക്ക് എടുത്താ സെമീറാക്ക ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട്. അതായത് ഫുള്ളും കോടാക്കി വിചാരിച്ചു. പക്ഷെ ലാസ്റ്റില് ഈ സംഭവം പൊട്ടിയില്ല. അതും കൂടി പൊട്ടിക്കുകയാണെങ്കിൽ ഇപ്പൊ നല്ലൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടാവും. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം പൊട്ടിയിടില്ല. അതാണ് പിന്നെ ഓൻ്റെ ഉമ്മ മെയിനായിട്ടോ സംഭവം എന്താ അറിയോ? ഓൻ മെയിനായിട്ട് വന്ന ഫോണൊക്കെ എടുക്കുക. അപ്പൊ ഓൻ്റെ ഉമ്മ എല്ലാം വന്നിട്ട് ഇവിടെ ഫോൺ കുത്തി വെച്ചു. എന്നിട്ട് ഓൻ വന്ന് കയറിയതും ഫോൺ എടുക്കാനേ വരാറുണ്ട്. പക്ഷെ അവിടെ ആ പൊട്ടിക്കണേ നൈസ് ചെയ്തിട്ടോ. ഓ കറക്റ്റ് ആയിട്ട് ഫോൺ എടുക്കാൻ വന്നു. ഞാൻ ആ ടൈമിൽ എന്താ ചെയ്യേണ്ടി ഞാന് അപ്പളേ പറഞ്ഞു റിഷാലിന് കൂട്ടിട്ട് വരാം. കവർ പൊട്ടിച്ചു. റിഷാലിന് കൂട്ടിട്ട് വരാന് അനസ് പറഞ്ഞു റിഷാലിന് ഇവനക്ക് വേണ്ടി വരും. അപ്പൊ ഇപ്പം വന്നാലും വരുള്ളൂ. രാവിലെ ഇവന് ഇനി പ്ലാൻ ഇട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ കൊടുന്നില്ല. ബാബുവിന് കൊടുന്നത്. ബാബു ഇപ്പോഴും പറയണേ വീടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ എന്താണ് സന്തോഷായോ? സന്തോഷായി. വേറെ നമുക്ക് കേക്ക് കുറിച്ചല്ലേ? കേക്കണേ എന്റെ ഉമ്മ കുറിച്ചിട്ട് ഫുള്ള് കേട്ടിങ്ങനെ ഞാൻ പറയേണ്ടി ഇതില് എന്തെങ്കിലും വീഡിയോ കട്ട് ചെയ്തിട്ട് പറയണേ. ഇതാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ മുന്നാസ്. പക്ഷെ ഞാൻ മുന്നേ കൊടുക്കാൻ മറന്ന് സംഭവം. അപ്പൊ എന്തോ പറയാൻ പോകുന്നത് നല്ല മറന്നിക്കണേ. എന്തിനിപ്പ പറഞ്ഞേ? ഇപ്പൊ എന്തോ പറഞ്ഞില്ലേ? അതല്ല അതിന് മുന്നില് ശരിയാ പോട്ടെ. നമുക്ക് കേക്കും. എടാ ഇത് ഫോക്സ് നമ്പർ സേവ് ആക്കിയത്. ഫോക്സിന്റെ നമ്പർ എന്താ സേവ് ചെയ്തിരിക്കണേ? ഇവന്റെ മാമന് അസർ മാമൻ. ഇവർക്ക് അതില് വേറെ ട്വിസ്റ്റ് അടിക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടുപിടിച്ചാൻ പാടില്ലല്ലോ. അങ്ങനെ ഉണ്ടായി. അസുർ മാമന്റെ ഫോണാണ്.
എന്നിട്ട് ഇപ്പൊ വിളിച്ചും ഫോണ് കൊടുക്കാനേ പറഞ്ഞു. 2 ഐഫോൺ ഉണ്ട് ഇത്രേ. ബോക്സിന്റെ ഫോണാണ് ഓനക്ക് കൊടുത്തിരിക്കണത്. എന്നിട്ട് അതില് പേര് സേവ് ചെയ്യുന്നു. ബോക്സിന് വേഗം സേവ് ചെയ്ത് അസറുമാമരുന്ന്. അപ്പൊ ഇതിന് മാറി എന്താ പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടില്ലേ? പിന്നെ കഷ്ടപ്പെട്ടുകണോ മൊത്തം കെട്ടി ഇവർക്ക് പെരീത് തെറിയൊക്കെ കേട്ടിക്കണ്ടത്രേ. ചീത്ത ഫുള്ള് കേട്ടു. പടച്ചോനെ ഇവൻ ഞാന് ഓരോ സെക്കൻഡും കോളാക്കും വെച്ച് തോന്നി. കാരണം അങ്ങനെയാണ് വെറുതെ വിളിച്ചിക്കണേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ സിനിമ ഒരു കണ്ണെടുത്തിക്കണേ. മന്തി വീഡിയോ മന്തി. പിന്നെ നമുക്ക് കേക്ക് കുറിച്ചോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ മുന്നേ എമ്മണ് കട്ടല്ലേ. സ്പോൺസർ ബാബു ഇതിന്റെ ഓരോ സെക്കൻഡും പാടും നിൽക്കുന്ന ഒരു പേടിച്ച്. പക്ഷേ ചോർക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ സംഭവം. പ്ലാൻസ് ചെയ്യും കേക്ക് ചക്കരി അത് സംഭവം പൊട്ടല. ആ സംഭവം എന്റെ ഉമ്മട്ട ടോപ്പ് പറഞ്ഞെ അറിയണം. ഓസ്കാർ ലെവലിൽ ആയതാണ് സംഭവം. ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് കട്ടൈന് എടുക്കണം. അതുകൊണ്ട് അതിന്റേതായ ഒരു ലാഗും കൂടി ഉണ്ട്. കാരണം ആ ഇൻട്രോ കൊടുത്തിട്ടില്ല. ഇപ്പോഴും പറയാം ഇൻട്രോ കൊടുത്തിട്ടില്ല. ഞങ്ങള് വന്നപ്പോ തന്നെ ലാഗ് അയക്കണം. പിന്നെ 1.5 ലേറ്റ് അയക്കണം. അതേ അപ്പൊ ഞാൻ ഇതോടെ വൈൻഡപ്പായ വീഡിയോ കേറി വരുമ്പോഴേ ഇവര് കേറി വരുമ്പോ എന്താ ചെയ്യേണ്ടി അറിയില്ലേ. ഞാൻ ഇതിമൊക്കെ പിടിച്ച് തപ്പി പിടിച്ചിങ്ങനെ കേറണ്ട മേലേക്ക്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ പോയിരുന്നു. ഇപ്പൊ അപ്പഴാണ് ഇവൻ കേറി വരുന്നത്. വിശാല് പറഞ്ഞു എന്റെ മക്ക് ഫോൺ വിളിച്ചിറാന്ന്. ഞാൻ ഫോൺ അവിടെ വാങ്ങിച്ചുകൊണ്ട് ഈ റൂമിവിടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്നപ്പോണ്ട് ബാബു ഇതിനോട് നിൽക്കുന്നു. ബാബു എന്താ അവിടെ ചട്ടനാനി പിന്നെ ഇപ്പൊ എന്താ ബാബു നിൽക്കുന്നുണ്ട്.